ക്രെഡിബിലിറ്റികളെയും കട്ട് ഡൗൺ ചെയ്യുന്ന ഒരു പ്രക്രിയ നടക്കുകയും ഇപ്പോൾ RBI കാര്യത്തിൽ ഇത് നമ്മൾ പറയുന്നതല്ലോ, ന്യൂ ഇയർ മെസ്സേജ് ആയിട്ട് RBI ഗവർണർ അവരുടെ ഉദ്യോഗസ്ഥരോട് പറയുമ്പം അദ്ദേഹം പറയുന്നു ഈ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി നിലനിർത്തേണ്ട ആവശ്യം നമുക്കുണ്ട് എന്ന് ഉദ്യോഗസ്ഥർക്ക് ഒരു ന്യൂ ഇയർ മെസ്സേജ് കൊടുക്കുകയാണ്. ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് RBI ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അവരൊരു നോക്കുകുത്തിയായി അവരുടെ ക്രെഡിബിലിറ്റി തകരുന്ന രീതിയിൽ. എന്താണ് താങ്കൾക്ക് പറയാനുള്ള വിയോജിപ്പ്? ശ്രീമതി മേരി ജോർജ് ചേരുന്നുണ്ട് നമ്മോടൊപ്പം. മഞ്ജുഷ്, നിങ്ങൾ എല്ലാവർക്കും സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ തന്നാൽ മതി. അല്ല, താങ്കൾ പറഞ്ഞോളൂ, എന്താണ് വിയോജിപ്പ്? പെട്ടെന്ന് പറയൂ. വിയോജിപ്പല്ല, ജോസഫ് സി മാത്യു പറഞ്ഞ കാര്യം ഇത് പ്രപ്പോസൽ UPA ഗവൺമെന്റിന്റെ കാലത്തുണ്ടായതാണ്. പക്ഷെ രണ്ടും നടപ്പാക്കിയത് ഒരു സംശയവും വേണ്ട അരുൺ ജെയ്റ്റ്ലിയുടെ ബജറ്റിലൂടെയാണ്, ഈ ഗവൺമെന്റ് തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും എനിക്ക് ഇല്ല. രണ്ടും UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ്. പക്ഷേ ആ നിർദ്ദേശം അന്ന് നടപ്പാക്കാൻ തയ്യാറായില്ല. ഈ ഗവൺമെന്റ് അതൊരു ഉരുക്കുമുഷ്ടിയോടുകൂടി നടപ്പാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ വ്യത്യാസം തന്നെയാണ്, പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. നയത്തിന് അതാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജോസഫ് സി മാത്യുവിന് അറിയാം, ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കഴിഞ്ഞ സർക്കാരിന്റെ സാമ്പത്തിക നയത്തിന്റെ തുടർച്ച തന്നെയാണ് ഈ സർക്കാരിൻ്റെതും. കുറെ കൂടി അഗ്രസീവായിട്ടുള്ള നവലിബറൽ നയങ്ങളാണ് ഇവർ നടപ്പാക്കുന്നത്. ഒന്ന്, ഇവിടെ പത്മകുമാർ പറഞ്ഞ കാര്യം എന്താ, നോട്ട് ഓരോരുത്തരുടെ ആരുടെ കയ്യിലിരിക്കുന്നു എന്ന് അറിയണം എന്നാണ്. എനിക്കിത് കേട്ടപ്പോൾ ഓർമ്മ വന്നത്, നിരോധനം വന്നപ്പോൾ പത്മകുമാറിന്റെ അനുയായികൾ പ്രചരിപ്പിച്ചൊരു കാര്യമാണ്. പുതിയ നോട്ടിൽ ചിപ്പ് വെച്ചിരിക്കുന്നു, ആ നോട്ട് ആരുടെ കയ്യിലിരിക്കുന്നു, എവിടേക്കെല്ലാം നീങ്ങുന്നു എന്നെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു നിലവാരത്തിലായിപ്പോയി. അത് നോട്ട് ആരുടെ കയ്യിലിരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഓരോരുത്തരും വരുമാനം എത്രയുണ്ട്, ആ വരുമാനത്തിനനുസരിച്ച് നികുതി അടയ്ക്കുന്നുണ്ടോ എന്നതാണ് സർക്കാർ പരിശോധിക്കേണ്ടത്. അത് പരിശോധിക്കുന്നതിന് ഈ നോട്ട് നിരോധനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇനി നോട്ട് അല്ല, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു നോക്കട്ടെ. പത്മകുമാർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല എന്നാ പറഞ്ഞത്. മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ കാര്യം, PDMA-യുടെ കാര്യം, അതിലേക്കൊന്നും കടന്നില്ല താങ്കൾക്ക് കിട്ടിയ അവസരത്തിൽ. അപ്പൊ ഞാനിപ്പോ പറയട്ടെ. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിലൊരു അറിവുണ്ട്, നോട്ടാരുടെ കയ്യിലിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഓരോരുത്തരുടെയും വരുമാനത്തിനനുസരിച്ച് നികുതി അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിയണം. രണ്ടാമത് നിങ്ങൾ അറിയേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള അറിവിൽ എന്ത് നടപടി നിങ്ങൾ എടുത്തു? 680 പേരുടെ പട്ടിക നിങ്ങളുടെ കൈവശമുണ്ട്. ആ 680 പേരുടെ പട്ടിക വിദേശത്തെ ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണ നിക്ഷേപം സംബന്ധിച്ച പട്ടികയാണ്. അത് പ്രധാനമന്ത്രിയുടെ കൈവശമുണ്ട്, സർക്കാരിന്റെ കൈവശമുണ്ട്. ആ വിവരമുണ്ടായിട്ടും ആ അറിവുണ്ടായിട്ടും എന്ത് നടപടിയാണ് ഇതുവരെ സ്വീകരിച്ചത്? വേറൊരു കാര്യം സുപ്രീം കോടതി തന്നെ ചോദിച്ചതാണ്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ പട്ടിക സർക്കാരിന്റെ കയ്യിലുണ്ടല്ലോ, അതിൽ എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുക്കുന്നില്ല, അത് വെളിപ്പെടുത്തുന്നില്ല? സുപ്രീം കോടതി ചോദിച്ചു. ഉള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്, രാജേഷിന് മനസ്സിലാക്കിയ പ്രശ്നമാണെന്ന് അറിയില്ല. അസാധുവാക്കിയ നോട്ടുകളിൽ മുഴുവൻ നോട്ടുകളും ബാങ്കുകളിലേക്ക് തിരികെ വന്നാലും കുഴപ്പമില്ല എന്ന വാദമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. ഞാൻ അതല്ല പറഞ്ഞത്, അങ്ങനെ വന്നതൊരു കുറ്റമാണ്. ഇദ്ദേഹം പറഞ്ഞ എന്റെ കയ്യിൽ അക്കൗണ്ട് ഉണ്ട്, എത്ര പണമുണ്ട്, ആ പണത്തിന് ഞാൻ ടാക്സ് അടയ്ക്കണോ ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്റെ കയ്യിൽ ഇത്ര നോട്ടുണ്ടെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്താൽ മാത്രം മതിയോ? എൻ്റെ കയ്യിൽ ഇപ്പോൾ 5 ലക്ഷം രൂപയുണ്ട്, ഞാൻ 1 ലക്ഷം രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ടു, 4 ലക്ഷം രൂപ അൺഅക്കൗണ്ടായി ടാക്സ് കൊടുക്കാതെ ഞാൻ വെച്ചിരിക്കുക. ഇത് അറിയണ്ടേ? ഇതാണ് ശ്രീമതി മേരി ജോർജും ചേരുകയാണ്. ശ്രീമതി മേരി ജോർജ്, ഇപ്പോൾ പാർലമെന്റിന്റെ 2 സമിതിക്ക് മുൻപാകെയാണ് റിസർവ് ബാങ്ക് ഗവർണർ ഉർജിത് പട്ടേലിന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ വരുന്നത്. ഇത് പൊതുസമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയല്ലേ പാർലമെന്റ് സമിതി അദ്ദേഹത്തിന് മുൻപാകെ ചോദിച്ചിരിക്കുന്നത്? അതായത് ഒന്നാമത് തന്നെ പാർലമെന്ററി അക്കൗണ്ട് കമ്മിറ്റിയുടെ മുൻപിൽ ഒരു റിസർവ് ബാങ്ക് ഗവർണർ വരുന്നു എന്ന് പറയുന്നത് തന്നെ സങ്കടകരമായ കാര്യമാണ്. കാരണം ഞാൻ നെഹ്റുവിനെ പറ്റി പഠിച്ച കാലത്ത് നെഹ്റു ഒക്കെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഗവർണറെ അങ്ങോട്ട് പോയി കണ്ടിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു റിസർവ് ബാങ്ക് ഗവർണറെ വിളിച്ചു വരുത്തി PSCയുടെ മുൻപിൽ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അദ്ദേഹം ഉത്തരം കൊടുക്കാൻ പറ്റാതെ നിൽക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിധിയിൽ വിട്ടതുകൊണ്ടാകാം. അതായത് ചിലത് പറയാൻ വയ്യാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയുക, കണക്കുകളും കൊച്ചു കണക്കുകൾ ഓർത്തിരിക്കേണ്ട ഒരാളല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ, അതുകൊണ്ടുമാകാം. പക്ഷേ അപ്പോൾ എനിക്ക് മിസ്റ്റർ രാജേഷിനെ പോലെയുള്ള ഒരാളോട് ചോദിക്കാനുണ്ട്. UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ആ പ്രപ്പോസൽ വന്നത്. പക്ഷേ NDA ഗവൺമെൻറ് മോണിറ്ററി പോളിസി കമ്മിറ്റിയെ കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, തീർച്ചയായിട്ടും സമ്പത്ത് MP, രാജേഷ്, അതുപോലെ പ്രേമചന്ദ്രൻ MP ഇവരൊക്കെ
പാർലമെൻറ്റിൽ അതിനെതിരായിട്ട് മോണിറ്ററി പോളിസി കമ്മിറ്റി കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് വാദിച്ചിരുന്നവരാണ്. പക്ഷേ വേറെയും ഉണ്ടായിരുന്നല്ലോ ധാരാളം എംപിമാർ. ഈ എംപിമാർ എന്തുകൊണ്ടാണ് ആ മോണിറ്ററി പോളിസി കമ്മിറ്റി കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമായിരുന്നു ഇത് റിസർവ് ബാങ്കിനെ ശക്തിഹീനമാക്കാനുള്ള ഒരു നടപടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ച്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ആക്റ്റിൽ തന്നെ കൊണ്ടുവരുന്ന ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഗവൺമെൻറ്റിനോട് ആൻസറബിൾ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ഇന്ന് ഞാനത് പഠിച്ചിട്ടാണ് വന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കണം, അങ്ങനെയുള്ള ഒരു ഓട്ടോണമസ് ബോഡി ആയിരിക്കണം. ലോകത്തെല്ലായിടത്തും നല്ല സെൻട്രൽ ബാങ്കുകളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെൻട്രൽ ബാങ്കിന് മോണിറ്ററി പോളിസി കമ്മിറ്റി കൊണ്ടുവന്നു. ഓർമ്മിക്കാൻ ഞാൻ വീണ്ടും പറയുകയാണ്, ഡെറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞ് വേറൊരു കമ്മിറ്റി ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള കമ്മിറ്റികളൊക്കെ കൊണ്ടുവരുന്നത് കൂടുതൽ ദുർബലപ്പെടുത്തുകയും ഇതുപോലുള്ള നടപടികൾ കൊണ്ടുവരികയാണ്. ഡിമോണിറ്റൈസേഷൻ ഞാൻ ഇപ്പോഴും പിന്താങ്ങുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ വന്ന് ഇങ്ങനെ ഉത്തരം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ താഴ്ത്തിക്കെട്ടി എന്നുള്ളതിനെ പറ്റി എനിക്ക് വളരെ സങ്കടകരമായിട്ട് തോന്നുകയാണ്. അപ്പം ഇപ്പം മാത്രമല്ല എം പിമാരൊക്കെ അതിനെപ്പറ്റി കലശലായിട്ട് കലഹം കൂട്ടേണ്ടത്, നേരത്തെ ഈ കമ്മിറ്റി വരാതിരിക്കാൻ തന്നെ നോക്കണമായിരുന്നു, മോണിറ്ററി പോളിസി കമ്മിറ്റി. അങ്ങനെ ഒരു കമ്മിറ്റി വന്നു കഴിഞ്ഞിട്ട് രാജേഷ് കൈവെക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായി അതിന് ഉത്തരം കാണുന്നത്. റിസർവ് ബാങ്ക് ഗവർണറുടെ അധികാരം കുറച്ചതും ഇവരൊക്കെ തന്നെയാണ്. അങ്ങനെ റിസർവ് ബാങ്ക് ഗവർണറെ ഈ പാർലമെന്റ് സമിതിക്ക് മുൻപാകെ കൊണ്ടുവന്നതും പാർലമെന്റ് സമിതിക്ക് മുൻപാകെ കൊണ്ടുവന്നു. പക്ഷെ പാർലമെന്റ് സമിതിക്ക് മുന്നിൽ തെളിവ് കൊടുക്കാൻ വരുമ്പോൾ ആരാണ് ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന കാര്യം പറയുവാൻ അദ്ദേഹം ബാധ്യസ്ഥനല്ലേ? അദ്ദേഹം അറിയാവുന്ന കാര്യമാണ് ചെയ്തത്. അദ്ദേഹം ആദ്യത്തെ തവണ തന്നെ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു വർഷമായിട്ട് റിസർവ് ബാങ്കുമായിട്ട് കൺസൾട്ട് ചെയ്ത് ഒരു വർഷമായിട്ട് എടുത്ത തീരുമാനമാണിതെന്ന്. അക്കാര്യം എനിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് വെച്ചാൽ എനിക്ക് ബോധ്യപ്പെട്ടത് എന്തെങ്കിലും ഹിന്റ് ആരും തന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ബജറ്റിൽ തന്നെ, അതായത് പിഴ നികുതിയോടുകൂടി നിങ്ങളുടെ കയ്യിലുള്ള കള്ളപ്പണം സറണ്ടർ ചെയ്യൂ, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ അതായത് ഒറിജിൻ എന്താണ് എന്ന് പറയേണ്ട, 45% പലിശയോടുകൂടി ആ ഒരു നടപടി കഴിഞ്ഞ ബജറ്റിലുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അതേ ബജറ്റിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു നടപടിയാണ് 2 ലക്ഷത്തിലധികം വില വരുന്ന എന്ത് പർച്ചേസ് നടത്തിയാലും അതിനോട് പാനുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കണമെന്ന്. ഈ രണ്ടും കഴിഞ്ഞ ബജറ്റിലുണ്ട്. ആ 2 ബജറ്റും കണ്ടപ്പോൾ ആ ബജറ്റിന്റെ അനാലിസിസ് ഞാൻ തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഇതിനേക്കാൾ വലുത്. കാരണം എന്താ വെച്ചാൽ ഒരു വർഷത്തെ ചർച്ചയുടെ അവസാനമാണെന്ന് പറയുമ്പോൾ മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാകണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് ഒരു പക്ഷേ രഘുരാം രാജൻ സെപ്റ്റംബർ 30 തന്നെ സ്ഥാനമൊഴിഞ്ഞു പോയി രണ്ടാമതൊരു കൂടം വേണ്ടെന്ന് വെക്കാൻ തന്നെ കാരണം ഈ നടപടി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരിക്കില്ല. അദ്ദേഹത്തിന് ഇതിനോട് താതാത്മ്യപ്പെടാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഉർജിത് പട്ടേൽ അദ്ദേഹത്തിന് കുറച്ചും കൂടി രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇതിന് മനസ്സ് വെച്ചത്, അല്ലെങ്കിൽ ഇതിനോട് കൈകോർത്ത് നിന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ബജറ്റിൻ്റെ സമയത്ത് തന്നെ ഇതിനേക്കാൾ ശക്തമായ നടപടി കള്ളപ്പണത്തിനെതിരെ വേണം. എനിക്ക് ഇപ്പോൾ രാജേഷൊക്കെ പറഞ്ഞല്ലോ, പുറത്തെ പണം എന്തുകൊണ്ട് പിടിച്ചില്ല? അകത്തെ പണം പിടിക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് എങ്ങനെ പുറത്തെ പണം പിടിക്കും? അതുകൂടി നമ്മൾ ആലോചിക്കണം. മാത്രമല്ല, അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്, അതിൽ അമെന്റ്മെന്റ് വരുത്തിയില്ലേ? എന്നിട്ട് സൈപ്രസ്, സിംഗപ്പൂർ, മറീഷ്യസ് വഴിയുള്ള ആ റൂട്ട് ബ്ലോക്ക് ചെയ്തില്ലേ? അതുപോലെ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചു? ഇതൊന്നും കാണാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മാത്രമല്ല, ഒരു കാര്യം കൂടി രാജേഷ് മനസ്സിലാക്കാനുള്ളത്, റിസർവ് ബാങ്ക് അല്ല ഏത് സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ റിസർവ് ബാങ്ക് ആക്ടിന്റെ 30 അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ ബോർഡ് തീരുമാനം സൂപ്പർസീഡ് ചെയ്യാനുള്ള അവകാശം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. ഇല്ല എന്ന് പറയരുത്. അത് ഒരു രാജ്യത്തിന്റെ പൊതുവായ കാര്യങ്ങൾ ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ, തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം നോട്ട് അച്ചടിക്കുവാനുള്ള തീരുമാനം മാത്രം ഒരു സാങ്കേതികമായ പ്രശ്നം കാരണം തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. അതാണ് സംഭവിച്ചത്. അത് അക്കാര്യം എനിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും റിസർവ് ബാങ്കിനും തെറ്റുപറ്റി. ഈ 2000 രൂപ നോട്ടുകൾ അടിക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അവർക്ക് എടുത്തു മാറ്റിയ അല്ലെങ്കിൽ ഡീമോണിറ്റൈസ് ചെയ്ത 500-ൻ്റെയോ 1000-ൻ്റെയോ നോട്ടിൻ്റെ സൈസ് മതിയെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ കാണാവുന്ന ATMs എല്ലാം റീകാലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ചില പാകപ്പിഴകൾ, അതായത് പരസ്പര ധാരണയുടെ കുറവോ അല്ലെങ്കിൽ ഇത്തരമുള്ള ടെക്നിക്കാലിറ്റീസ് അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്യാത്തതുകൊണ്ടോ ഒക്കെ സംഭവിച്ചിരിക്കാം. പക്ഷെ ഇത്ര വലിയൊരു നടപടി കൊണ്ടുവരുമ്പോൾ അങ്ങനെ ചില പഴുതുകൾ ഉണ്ടാകാം. മഞ്ജുഷേ, ഇത് ATM-ന്റെ അവിടെ 2 ദിവസം താമസിച്ചൊന്നും അല്ല ഇതിലെ യഥാർത്ഥ വിഷയം എന്ന് അല്ല. പക്ഷേ ഞാനൊന്ന് പറയാം, അതൊക്കെ വേറെ ട്രൈബൽ ഇഷ്യൂസ് ആണ്. എൻ്റെ M1 മണിയാണ്, ടീച്ചറിന് കൂടുതൽ അറിയാലോ. എൻ്റെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആണ്. ഞാൻ എന്തിനാ FD ഇടാതിരുന്നത്?
എനിക്ക് അധികം ഇൻട്രസ്റ്റ് കിട്ടിയിട്ടും ഞാൻ FD ഇടാതിരുന്നത് എനിക്ക് ഓൺ ഡിമാൻഡ് ആ പൈസ വേണം എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ 2 മാസത്തിലധികമായി ഇത് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ PSC ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്, ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ? റിസർവ് ബാങ്ക് വലിയ വ്യവസ്ഥാപിതമായി നിയമപരമായി പ്രവർത്തിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ. ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ പൈസ റേഷൻ ചെയ്തത്? റിസർവ് ബാങ്കിന് ഏത് നിയമമാണ് അതിന് അധികാരം കൊടുത്തത്? നിയമം മൂലം സ്ഥാപിതമായ ഇന്ത്യ രാഷ്ട്രത്തിലാണ് ഇവരെല്ലാവരും ഓത്തെടുക്കുന്നത്. ഇവർക്ക് സ്വന്തമായി അങ്ങോട്ട് നിയമം നിർമ്മിക്കണമെങ്കിൽ അതിന് പാർലമെന്റ് ഉണ്ട്. എൻ്റെ പ്രതിനിധികൾ അവിടെ ഇരിപ്പുണ്ട്, ശ്രീ രാജേഷൊക്കെ ഉൾപ്പെടെ. അവരോട് ചർച്ച ചെയ്തെടുക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം പെരുമാറാൻ. അതില്ലാതെ ഏകപക്ഷീയമായി എടുക്കുക. ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ, ടീച്ചറിനോട് ഞാൻ കൃത്യമായി ചോദിക്കാം. മാർച്ച് 12, മെയ് 19, ജൂൺ 7, ഓഗസ്റ്റ് 11, നവംബർ 8, ഇതിൽ ഈ ഓഗസ്റ്റ് 11-ാം തീയതി വരെ ഉള്ള സെൻട്രൽ ബോർഡിൻ്റെ തീരുമാനത്തിൽ സെൻട്രൽ ബോർഡ് 2000-ന്റെ നോട്ട് അടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഓഗസ്റ്റ് 29-ന് ഇറക്കിയ റിപ്പോർട്ടിൽ അത് കൃത്യമായി ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. നവംബർ 8-ന് 5:30 കൂടിയ ഡയറക്ടർ ബോർഡ് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. അത് 2 മണിക്കൂറിനകത്ത് പരിഗണിച്ചെടുക്കുന്ന തീരുമാനം ഒരു പ്രധാനമന്ത്രിയും ഒരു കേന്ദ്ര സർക്കാരും എടുക്കുന്നു. 8 മണിക്ക് പ്രഖ്യാപിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ 2.5 മാസമായിട്ട് മുണ്ടുമുറുക്കി പറയാണ്. തെറ്റെന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ മെയ് മുതൽ എല്ലാ മാസവും എല്ലാ വെള്ളി ഫ്രൈഡേയും 6 മണിക്ക് പ്രധാനമന്ത്രി മീറ്റ് ചെയ്യുന്നത് എന്താ ചായ കുടിച്ചു പോകാനാണ്? ഇതിലുണ്ടായിരുന്ന അതിന്റെ മുൻകരുതൽ, അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്, അതിന്റെ കോൺസിക്വൻസ്, അതെങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതതിന്റെ ഫൈനൽ തീരുമാനം 7-ാം തീയതി ഇവർക്ക് കൊടുക്കുകയാണ്, സജഷൻ കൊടുക്കുകയാണ്. അതിന്റെ തീരുമാനം സീക്രസി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് 8-ാം തീയതി എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. മുത്തശ്ശി കഥയല്ലല്ലോ ഇത്. പറയട്ടെ, ഞാൻ പറഞ്ഞ രഘുറാം പറയട്ടെ, ഓഗസ്റ്റ് മുതൽ അദ്ദേഹം മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള മീറ്റിംഗിൽ അല്ല, ഇവിടെ 2-3 കാര്യങ്ങൾ. ഒന്ന്, മേരി ടീച്ചറോട് എനിക്ക് നന്ദിയുണ്ട്. ഞങ്ങളെ അഭിനന്ദിച്ചതിനല്ല, ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യം പറയാൻ അവസരമുണ്ടാക്കി തന്നതിന്. MPമാരൊക്കെ എന്ന് സാമാന്യവൽക്കരിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ PDMA, പബ്ലിക് ഡെപ്റ്റ് മാനേജ്മെന്റ് ഏജൻസിയും അതുപോലെ മോണിറ്ററി പോളിസി കമ്മിറ്റിയും രൂപീകരിച്ച് റിസർവ് ബാങ്കിനെ ദുർബലപ്പെടുത്തിയ സമീപനത്തെ എതിർത്തത് ഇടതുപക്ഷം മാത്രമായിരുന്നു എന്നത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം മേരി ടീച്ചർ ഓർമ്മിപ്പിച്ചതുകൊണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ചത് എനിക്കത് പറയാൻ വ്യക്തമാക്കാനുള്ള അവസരമുണ്ടാക്കി. ഒന്ന്, അപ്പോൾ മറ്റാരും ഉണ്ടായിരുന്നില്ല, ഇടതുപക്ഷം മാത്രമാണ് അതിനെ എതിർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ ആ സാമാന്യവൽക്കരണത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് വളരെ വിനയത്തോടു കൂടി ടീച്ചറോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമത്തേത്, ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് അതിൻ്റെ ക്രെഡിറ്റ് നൽകുകയും വേണം. രണ്ടാമത്തെ കാര്യം, ഇവിടെ പത്മകുമാർ പറഞ്ഞ വസ്തുതാവിരുദ്ധമായിട്ടൊരു കാര്യമുണ്ട്. ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിൽ ഭേദഗതി വരുത്തി എന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാ, ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് റദ്ദാക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മൗറീഷ്യസ്, ഒരൊറ്റ ലളിതമായിട്ടുള്ള കണക്ക് ഞാൻ പറയാം. ഇന്ത്യയിലേക്ക് വരുന്ന FDI അതിൻ്റെ 40%, പ്രത്യക്ഷ വിദേശ നിക്ഷേപത്തിൻ്റെ 40% മൗറീഷ്യസിൽ നിന്നാണ് വരുന്നത്, അമേരിക്കയിൽ നിന്നല്ല. ഒരു കൊച്ചു രാജ്യത്ത് നിന്ന് FDIയുടെ 40% വരുന്നു. എങ്ങനെയാണ്? ഇവിടെ നിന്നുണ്ടാക്കുന്ന കള്ളപ്പണം മൗറീഷ്യസിൽ കൊണ്ടുപോയിട്ട് റൗണ്ട് ട്രിപ്പ് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ സംവിധാനമാണ് ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. നിങ്ങൾ ദയവ് ചെയ്ത് പത്മകുമാർ, താങ്കൾക്കുള്ള അവസരത്തിൽ താങ്കൾ ഒന്നും പറയാതിരിക്കുകയും ഞാൻ പറയുമ്പോൾ ഇടപെടുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിൽ ഭേദഗതി വരുത്തിയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ആ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ്, ഇരട്ട നികുതി ഒഴിവാക്കൽ കരാർ തന്നെ ഒഴിവാക്കേണ്ടതാണ്, അത് റദ്ദാക്കണം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം. നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറായില്ല? ആരെ സംരക്ഷിക്കാൻ വേണ്ടി ആണ് അത് നിലനിർത്തിയത്? അപ്പൊ അതുകൊണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. സർക്കാരിന് ഇടപെടാൻ അധികാരമുണ്ട്. അപ്പോൾ RBI ആക്ടിന്റെ 26(2) അത് പ്രകാരം സർക്കാരിന് നോട്ട് റദ്ദാക്കാൻ അവകാശമുണ്ട്. പക്ഷേ എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല. അത് ഓർഡിനൻസ് വേണം, നിയമപരമായിട്ട് ചെയ്യാനാവൂ. ഇത് കോടതി വിധിയുമുള്ളതാണ്. 1978-ലെ ഡിമോണിറ്റൈസേഷനെതിരായിട്ട് കോടതിയിൽ പോയപ്പോൾ ആർട്ടിക്കിൾ 300A, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജയന്തിലാൽ വേഴ്സസ് RBI ആ കേസിൽ കോടതി പറഞ്ഞിട്ടുള്ളത് ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റെഗുലേഷൻ മാത്രമല്ല എന്നാണ്. ഡിമോണിറ്റൈസേഷൻ ഈസ് നോട്ട് മിയർലി എ റെഗുലേഷൻ ഓഫ് പ്രോപ്പർട്ടി. ഗവൺമെന്റ് ഇപ്പോൾ വാദിക്കുന്നത് ഞങ്ങളൊരു നിയന്ത്രണം വരുത്തി എന്നേ ഉള്ളൂ എന്നാണ്. അങ്ങനെയല്ല എന്ന് 78-ൽ ഡിമോണിറ്റൈസേഷനെതിരായിട്ടുള്ള ജയന്തിലാൽ വേഴ്സസ് RBI എന്ന കേസിൽ
300A ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത്, നിങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ RBIയുടെ സ്വയംഭരണ അവകാശത്തെ അട്ടിമറിച്ചു. ഇടവേളയ്ക്ക് ശേഷം 15 ദിവസം കൊണ്ട് നോട്ട് എണ്ണി തീർക്കാൻ RBIക്ക് കഴിയും.